അമ്മനോട് ഞാൻ എപ്പോഴാ പറഞ്ഞത് അടുക്കള വന്നിട്ട് പറഞ്ഞതല്ലേ? എത്ര മണിക്കൂറായി? അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. ഇനിയില്ല, ഇനി അമ്മൂന് ഒരു കാര്യത്തിന് വിളിക്കത്തുമില്ല, അമ്മൂന്റെ ഒരു കാര്യത്തിന് ഞാൻ വരത്തുമില്ല, ഇടപെടത്തുമില്ല. ഞാൻ തീരുമാനിച്ച കാര്യം അത്. അല്ലേ മീന് ഞാൻ ഒരു വീഡിയോ എടുക്കാനായിട്ട് താല്പര്യമില്ല, നമ്മളെന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. നമ്മൾ പറ്റത്തില്ല, പോ, നമ്മൾ തന്നെ എടുത്തോളാം. ഇതുപോലെ തന്നെയല്ലേ കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ എടുത്തത്, ഞങ്ങൾക്ക് തന്നെ എടുക്കാൻ അറിയാം. ഹായ് ഗൈസ്, വെൽക്കം ടു ഡബിൾ ബാരൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നൊരു ചെറിയ പ്രാങ്ക് പോലൊരു സാധനം സെറ്റ് ചെയ്യുക. അച്ഛൻ ആരുടെ സാധനമല്ല, പ്രാങ്ക് ഞങ്ങൾ അച്ഛനെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതിന് നല്ലൊരു സർപ്രൈസ് കൊടുക്കാം എന്നൊരു ഞങ്ങളുടെ കാര്യം മനസ്സിലുണ്ട്. അത് എത്രത്തോളം വിജയിക്കും എന്ന് ഞങ്ങൾക്കറിയത്തില്ല. കാരണം ഞങ്ങൾ നല്ലൊരു വഴക്കിട്ടിട്ട് അച്ഛനത് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചാൽ ഇരിക്കുന്നത്. കാരണം അച്ഛൻ്റെ പിറന്നാളാണെന്ന് അച്ഛനെ തന്നെ അറിയത്തില്ല. ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് അച്ഛൻ പെട്ടെന്ന് സർപ്രൈസ് ആവും. പിന്നെ ചെറിയൊരു കേക്ക് മുറി. ഞങ്ങൾ ഈ വഴക്കിടുമ്പോഴത്തേക്ക് അച്ഛനത് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കും. മിക്കവാറും അച്ഛൻ പിണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഞങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ സാധാരണ അച്ഛൻ അത് കോംപ്രമൈസ് ചെയ്യാറാണ് പതിവ്. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യും? അപ്പോൾ അത് ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കൂടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഇതില്ലാതെ പിണങ്ങി പോകണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 100-ൽ 10% ഈ പ്രാങ്ക് വിജയിക്കാൻ സാധ്യതയുള്ളൂ. കാരണം അച്ഛൻ പിണങ്ങി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ തിരിച്ച് വന്നിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗൈസ്, പിന്നെ ഞങ്ങളുടെ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വലിയ ക്രീം കേക്ക് ഒന്നും വലിയ ബെസ്റ്റ് കേക്ക്സ് ഒന്നും ജസ്റ്റ് പ്ലം കേക്കിൽ ഒതുക്കുക. നമുക്കതൊക്കെ മതി, വലിയ ആഘോഷം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനെ ആരെയും വിളിക്കാത്തത് ഇത് പെട്ടെന്ന് ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ എടുത്തൊരു ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ ആരും വിളിക്കാനില്ല. പിന്നെ എല്ലാവരും കൂടെ വരത്തില്ല. ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ചെറിയ വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക. ആ വഴക്കുണ്ടാക്കാൻ നേരം അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ ബാക്കിയെല്ലാം വരുന്ന പോലെ. കാരണം അച്ഛൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ആരും പോലും ഇപ്പോൾ അച്ഛൻ അറിയത്തില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ സെറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അച്ഛൻ ശരിക്കും അത് കാണുന്നത്. കുളിച്ചുകൊണ്ടിരിക്കുക. കുളിച്ചിട്ട് തിരിച്ച് വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇൻട്രോ എടുത്ത് കഴിയണം. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അമ്മൂനെ ഇനി നേരെ ഒരുങ്ങാൻ വേണം. അമ്മ ഒരുങ്ങാൻ ലേറ്റായെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അമ്മൂന് പിന്നെ വേറൊരു കാര്യം കണ്ടേ, അമ്മൂന് വീഡിയോ എടുക്കാൻ തീരെ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞങ്ങളിങ്ങനെ ഉടക്കി എന്നൊക്കെ പറയും. ഞങ്ങൾ ജസ്റ്റ് പറയും. ചെറിയ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി വേറെ ലെവലിലാക്കി ഞങ്ങൾ കാണിക്കും. എത്രത്തോളം വിജയിക്കും എന്നറിയത്തില്ല, നമുക്ക് നോക്കാം. ഞങ്ങളുടെ വായി തോന്നുന്നു ഞങ്ങൾ പറയുകയും ചെയ്യും. അത് കുറേ മക്ക് വരും, കുളുക്കും. ഇതൊക്കെ ഇപ്പോഴേ ഞാൻ പറയാം, എന്തോ പറയാമെന്ന് പോലും ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ആയി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പോലെ അങ്ങ് പറയും. നിങ്ങളതൊക്കെ എല്ലാം മനസ്സിലാക്കി എടുത്തോണം. ഇതിൻ്റെ ഭാഗമായിട്ട് മാത്രം, ഇതാരെയും നോവിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നൊന്നുമല്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു പ്രാങ്കിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് നിങ്ങൾ അതിൻ്റെ രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, ആരും വേദനിപ്പിക്കാനൊന്നുമില്ല. അച്ഛൻ ഒട്ടും ഇനിയും പറഞ്ഞ് ശരിയത്തില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് പ്രാങ്ക് കണ്ടിട്ട് ഓക്കെ ബൈ. നീ വന്നിരിക്കും, നിർബന്ധിച്ചൊന്നും ഒരാളെ കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. എന്തോ കാണിക്കും, അത്രയൊക്കെ മതി. ഒന്ന് വരാവോ ഇന്നത്തേന്? ഇന്നത്തെ വീഡിയോ എടുക്കണ്ടേ? അതില്ലേ, വേണ്ട, വിട്ടേര്. ഒരു എത്ര നേരം, 1/2 മണിക്കൂറാ ഫോൺ കൊണ്ടിരിക്കുന്നു. ആറോട്ട് എല്ലാം കഴിഞ്ഞു. പറഞ്ഞോ, നീ പറഞ്ഞോ. എന്തെങ്കിലും പറയാ, വീഡിയോ ഇൻട്രോ അല്ല, നീ പറഞ്ഞാൽ മതി. അങ്ങനെ പറയാൻ പറ്റുമോ? എന്തോ വീഡിയോ ആണെന്ന് പോലും എനിക്കറിയാൻ മേലെ. എന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? പറ, എന്തേലും പറ. എന്നെ കൊണ്ട് പറയത്തില്ല, നീ പറ. ചെയ്യണ്ട, വീഡിയോ ചെയ്യാണെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അങ്ങോട്ട് കേട്ടിരിക്കുവോ? അമ്മൂനെ എത്ര തവണ വിളിച്ചോണ്ടിരുന്നത്? ഒരാളെ എത്ര തവണ കാല് പിടിച്ച് വിളിക്കാൻ പറ്റുന്നത്? അതിനിടയ്ക്ക് വീഡിയോ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര നേരം മുന്നേ എടുക്കേണ്ട വീഡിയോ ഇത്? അമ്മൂന് വീഡിയോ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പറയണം. എടുക്കാൻ പറ്റുമെങ്കിൽ അമ്മൂന് പറ്റത്തില്ല, പോ, നമ്മൾ തന്നെ എടുത്തോളാം.
ഇതുപോലെ തന്നെയല്ല കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ എടുത്തത്, ഞങ്ങൾക്ക് തന്നെ എടുക്കാൻ അറിയാം. പോയി വീഡിയോ എടുക്കാൻ ആർക്കും താല്പര്യമൊന്നുമില്ലെന്ന്. വീഡിയോ എടുത്തിട്ട് വല്ല കാര്യമുണ്ട്? ഇന്നലെ വരെ 100 വട്ടം വിളിക്കുന്നുണ്ട് അമ്മോനെ. ഇന്നലെ മിനിഞ്ഞാന്ന് വരെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല, നമ്മളെന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അമ്മനോട് ചോദിക്കാം, അമ്മ പറയാം എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. ഞങ്ങളെന്താ പറയാനാ? കാല് പിടിച്ച് വിളിക്കണോ? ഇപ്പോഴോ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ അരമുക്കാൽ മണിക്കൂർ എന്നെ വിളിച്ചത് അമ്മൂനെ. അല്ല അച്ഛൻ തന്നെ ചോദിച്ചു നോക്ക്, അച്ഛൻ ചോദിച്ചു നോക്ക്. വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ചുമ്മാ ചോദിച്ചു നോക്ക്. പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്നിട്ട് ഞാൻ എല്ലാ വീഡിയോ ഇരിക്കുന്നില്ലയോ? വീഡിയോ എടുക്കാൻ അല്ല, വീഡിയോ എടുക്കാൻ താല്പര്യം ഇല്ല എന്തിനാ ഇരിക്കുന്നത് വീഡിയോ? അതൊക്കെ എനിക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതിനകത്ത് വീഡിയോയ്ക്ക്. അത് താല്പര്യമില്ലാതിരിക്കുമ്പോഴത്തേക്ക് മുഖത്തൊരു എക്സ്പ്രഷൻ്റെ കുറവൊക്കെ വരും. എത്ര തവണ പറഞ്ഞിട്ട് ഒരാൾ ചിരിക്കുന്നത്? കാല് പിടിക്കണോ വെച്ചാ? ഇനി ഇത് ഇവർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, എനിക്ക് വേറെ എല്ലാം അല്ലേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യും. അമ്മ ചിന്തിക്കത്തില്ല, അമ്മൂന് താല്പര്യമില്ല. അല്ല ഇതുപോലെ തിരിച്ചോ ചിന്തിച്ചാൽ മതി എപ്പോഴും. അല്ല ഞങ്ങൾക്ക് അമ്മൂന്റെ കാര്യങ്ങൾ ഓരോ എവിടെ പോകാനാണെങ്കിലും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ മുഖത്ത് കാണിക്കാറുണ്ടോ? ഇല്ല. അല്ല നീ അത് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്താലും ചെയ്യത്തില്ല. അല്ല പറഞ്ഞു കൊടുത്താലും ചെയ്യാതെ വീഡിയോ എടുക്കുമോ? എന്തായാലും ഇനിയെന്താ ഞാനൊരു കാര്യം തരുമോ? ഞാനും ഇനി അമ്മൂന്റെ ഒരു കാര്യത്തിൽ ഞാനും ഇടപെടത്തില്ല. എന്തിനാ ഇങ്ങനെ നീ അത് കേക്ക് പറഞ്ഞു കൊടുക്കും ഒരു കാര്യം. എത്രയാണ് പറഞ്ഞു കൊടുക്കണത്? ഒരു കാര്യം പറഞ്ഞു നിനക്ക് പറഞ്ഞു തന്നാണോ? ഈ കാര്യം പറഞ്ഞു കൊടുത്തില്ല, അത് പോട്ടെ. അല്ല ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു 100 വട്ടം പറഞ്ഞാൽ അമ്മ അത് അനുസരിക്കുന്നത്. എന്താ കൺസെപ്റ്റ് പറഞ്ഞു എന്നോട് പറ. കാര്യങ്ങൾ എന്താന്ന് കേൾക്കട്ടെ. അല്ല ഇനിയിപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് കൂട്ടത്തിൽ സംസാരിച്ചാലേ ശരിയാകത്തുള്ളൂ. കൂടുതൽ ആ ഒരു മൈൻഡ് സംസാരിച്ചു. ഞങ്ങൾ റെഡിയായി ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കും. അമ്മ അവിടെ പോയി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, കഥവ് അടച്ച്. അത് എത്രയാണ് പറയണം ഒരാളോട് പെട്ടെന്ന് ഇറങ്ങിയ അമ്മ വിളിക്കാന്ന് പറഞ്ഞായിരുന്നു അവിടെ അടുത്ത്. അമ്മനോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? അടുക്കള വന്നിട്ട് പറഞ്ഞതല്ലേ? എത്ര മണിക്കൂറായി? അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് ആവാതെ കാര്യം പറയാത്. അല്ല അമ്മ വലിയ ന്യായം പറഞ്ഞില്ല. എത്ര മണിക്കൂറായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട്. നോക്ക് എങ്ങനെയാണെന്നുള്ള ഒരു സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക. അത് ആ ഒരു ബ്ലോഗ് തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടില്ല പോട്ടെന്ന് പറയാം. നീയും പറഞ്ഞാണല്ലോ. നിർത്ത്. ഇനി അത് കാര്യം പറ. കണ്ടന്റ് ആണോ ഇപ്പൊ ആദ്യം പറയേണ്ടത്? ആദ്യം വീഡിയോ എടുക്കാൻ റെഡി ആണോന്ന് അറിഞ്ഞിട്ടല്ലേ കണ്ടന്റ് പറയത്തുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയല്ലേ? നമ്മളൊരു മാനസികാവസ്ഥയിൽ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ മാനസികാവസ്ഥ അവർക്കറിയാം എനിക്ക് വീഡിയോ ചെയ്യുന്ന ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ ഓരോ വീഡിയോയ്ക്കും വന്നിരിക്കുന്നില്ലയോ? ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നിട്ട് ഈഗോ പ്രശ്നം ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടക്കും. ആർക്കാ ആദ്യം ഈഗോ? അവിടെ നിന്ന് അമ്മൂനോട് എത്ര തവണ പറഞ്ഞു ആ വീഡിയോ ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും പറഞ്ഞോ? ഞാൻ അമ്മ എന്താ പറഞ്ഞ? എനിക്ക് ഇങ്ങനെ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഞാൻ ചെയ്യത്തില്ല, അങ്ങനെ തന്നെയല്ല അമ്മ പറഞ്ഞത്. പിന്നെ അതുകൊണ്ടല്ലേ അമ്മൂനെ ഒഴിവാക്കിയത് ആണോ? പിന്നെ അത് പറഞ്ഞിട്ട് വീഡിയോ വന്നിട്ട് എന്താ കാര്യം? അല്ല അങ്ങനെ പറഞ്ഞ വീഡിയോ വന്നിട്ട് എന്താ കാര്യം? എന്തിനാ വിളിക്കുന്ന വീഡിയോക്കകത്തിട്ട്? അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. ഒരാൾ നല്ല മനസ്സോടെ വീഡിയോക്ക് വന്നാൽ എന്താ വിചാരിക്കണേ? അതൊക്കെ ഇഷ്ടമാണെന്നല്ലേ വിചാരിക്കണ്ടേ? നീ സന്തോഷത്തോടെ എന്നിട്ട് അന്നേരം പറയാ എന്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ എനിക്ക് വീഡിയോക്ക് അത് വരാൻ ഇഷ്ടമല്ലെന്നൊക്കെ. അതല്ല, നീ സന്തോഷത്തോടെ അവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, അത് റിയൽ ലൈഫിൽ അമ്മ അഭിനയിക്കുക എന്നുള്ള കാര്യം ആലോചിച്ചാണ്. ഞങ്ങളുടെ അടുത്ത് അഭിനയിച്ചേക്കുവാന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അമ്മ വേണ്ടാത്ത രീതിയിൽ അഭിനയിക്കുവാന്ന്. ചുമ്മാ ഇരിക്കല്ലേ വീഡിയോയിൽ അഭിനയിക്കാൻ എന്താ കുഴപ്പം? ഇനിയില്ല, ഇനി അമ്മൂന് ഒരു കാര്യത്തിന് വിളിക്കത്തുമില്ല, അമ്മൂൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ വരത്തുമില്ല, ഇടപെടത്തുമില്ല. ഞാൻ തീരുമാനിച്ച കാര്യം അത്. ഇപ്പം ഞാൻ വിളിച്ചെന്നുള്ളത് വീഡിയോയിൽ ഒരാൾ വേണം എന്നുള്ള കാര്യം കൊണ്ട് മാത്രം. ഇനിയില്ല, നിർത്തി. അച്ഛനെ കേട്ടണം, നിർത്തി. അച്ഛൻ പോയിട്ടോ? അല്ല ഇത് വീഡിയോയുടെ കാര്യമല്ല, അച്ഛൻ പോയിട്ടോ? വീഡിയോ ഒക്കെ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണല്ലോ എടുക്കുക അച്ഛാ. എല്ലാ വീഡിയോയിലും അമ്മ വേണോ ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല.
ഇത്രയും നാൾ രണ്ടുപേര് ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുത്തോണ്ടിരുന്നത്. പിന്നെ എല്ലാവരും ആഡ് ചെയ്യണമെന്ന് വെച്ച് വേണ്ടോണ്ട് മാത്രമാണ് വീഡിയോക്ക് ഒരു നല്ലൊരു ഇതായിക്കോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ആഡ് ചെയ്തത്. അപ്പോൾ ആർക്കും താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനായിട്ടാ. വേറെ ആരെങ്കിലും വിളിച്ച് വീഡിയോ ചെയ്തോളാം. ഞങ്ങൾ വീഡിയോയിൽ ആരെങ്കിലും ഒരാളുണ്ടായാൽ മതി, ഞങ്ങൾ ആ വീഡിയോ ചെയ്തോളാം എങ്ങനെയാലും ഒക്കെ. അല്ല അച്ഛനിപ്പോൾ ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ താല്പര്യം ഇരുന്ന് അച്ഛൻ ചെയ്യുന്നത് ചെയ്യണം എന്നല്ലേ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഇതും കഴിഞ്ഞൊരു ഷോർട്സ് എടുക്കാൻ നേരം അമ്മയോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അത് ഓരോ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വീഡിയോ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ തന്നെ എടുത്തോളാം ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയതാ വീഡിയോ എടുക്കാൻ വരാവോ, ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. വന്നില്ല, അത് താല്പര്യത്തോടെ പറഞ്ഞു വെച്ചാ മുഖത്ത് കാണുന്നത്. ഞാൻ ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന അച്ഛൻ കണ്ടല്ലേ എത്ര നേരമായിട്ട്. നമ്മൾ ഫ്രഷ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആ ഒരു മൈൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുമോ? ആ മൈൻഡോടെ ചെയ്യണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നിനക്ക് ചെയ്യാനായിട്ട് നിന്റെ മോദമെല്ലാം ചെയ്യുന്നു. അപ്പൊ അത് മാറ്റി അതെപ്പോഴും അങ്ങനെ അല്ലാതെ സ്ക്രീന് വരുമ്പോഴത്തേക്ക് ചിരിച്ച് പണ്ടാരോടങ്ങിയിട്ടല്ലേ ഇരിക്കുന്നത്. പിന്നെ എന്തുവാ ഇത് കൂടുതൽ എന്താ പറയാന്? പറയണ്ട. താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം ഇല്ലെന്ന് തന്നെ പറഞ്ഞാൽ മാറിയിരിക്കണം. അച്ഛനും കാണുന്നില്ല. അവര് പറയുന്ന പോലെ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യുന്നില്ലേ? അതിപ്പോ എന്തോ പറഞ്ഞിട്ടാണ്ടും ചെയ്യുന്നില്ലേ? പിന്നെ അമ്മൂനെ കൊണ്ട് പറ്റുന്ന അത്രയൊന്നും അല്ല, അത് കൂടുതൽ പറ്റും. താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത്രയൊക്കെ കാണിക്കുന്നത്, അത് കൂടുതലൊക്കെ പറ്റും. നിനക്ക് ഒരു വീഡിയോ ചെയ്യാൻ അറിയാമല്ലോ. അത് കാണുമ്പോൾ ഞാൻ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. അത് നിനക്ക് ചെയ്യാൻ അറിയാമെന്ന് എനിക്കറിയാമല്ലോ. അത് നിനക്കല്ലേ തോന്നുന്നത്, അത് കാണുന്ന ആൾക്കാർക്ക് അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടല്ലോ. പിന്നെന്ത് നടിയല്ലേ, കൊച്ചു നടി. സിനിമയിലൊന്നും എടുത്തില്ല, നിന്നെ സിനിമയിലെടുത്തിരിക്കുന്നു. അതൊക്കെ ഭയങ്കര ഇതൊക്കെ അച്ഛൻ കൊഞ്ചിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ ഇഷ്ടമല്ല. ഞങ്ങൾ പണ്ട് മുതലേ എങ്ങനെ അല്ല ഞങ്ങൾ പണ്ട് മുതലേ എങ്ങനെ ഞങ്ങൾ പണ്ട് മുതലേ എങ്ങനെ അമ്മ പറഞ്ഞ് ഇതുപോലാണോ? ഞാൻ കൊഞ്ചിച്ചാണോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒന്നാമത് ഞാൻ കൊഞ്ചുന്നത് ഇഷ്ടമല്ല. മോതാൻ ഇരിക്കും, നോക്ക് കുത്തു കൊടുക്കാൻ തോന്നുന്നു. എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. എനിക്കും ചിരിയൊന്നും വരുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന കണ്ടേച്ചാണ് എനിക്ക് ഇങ്ങനത്തെ മോന്ത വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെ, ഇങ്ങനത്തെ മോന്ത വെച്ചിട്ട് കാര്യമില്ല. ഇച്ചിരി ആ ഒരു സ്റ്റൈലിരിക്കണം. ഈ ഒരു തലമുടി മേലെ ഇതിൻ്റെ ഫ്രണ്ട് ഇട്ടേക്കത് ഇങ്ങനെ എപ്പോഴും എപ്പോഴും അടിക്കണം. അച്ഛൻ ഇവിടുന്ന് എണീറ്റ് പോകും, ഞങ്ങൾ വീണ്ടും ഇങ്ങനെ തന്നെയാവും. സംഭവിക്കുന്നു. ഞാൻ പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ല. എനിക്ക് മൈൻഡ് പോയി. ഇനി വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. നാളെ കൊടുക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനും എനിക്കറിയാം. ഇപ്പൊ ചെയ്യണമെന്നുണ്ട് അമ്മ സംസാരിക്കണം. സംസാരിക്കും. കണ്ടന്റ് കിട്ടേണ്ട താമസമാണ് സംസാരിക്കാൻ. ഞാൻ ഇരിക്കാം, എനിക്ക് വിഷയമൊന്നുമില്ല. നീ അച്ഛനെ ഇവിടെ നിന്നിരിക്കും, നമുക്ക് ഇൻട്രോ എടുത്തിട്ട് പോവാം. ഒരു ജസ്റ്റ് തന്നെ ഇൻട്രോ, ചുമ്മാ ഇൻട്രോ അല്ല. ഞങ്ങൾ പറഞ്ഞോളാം. അവിടെ ഞാൻ എന്നാ പറയാം. അല്ല അവിടെ കിട്ടത്തുള്ളൂ. ഒരുങ്ങിക്കോ. ഇതുപോലത്തെ നമ്മളെ ഒത്തിരി
വീഡിയോ എടുക്കുന്നത്, ഒത്തിരി സ്നേഹിക്കുന്നത്. ഞാൻ പറയട്ടെ, എനിക്ക് പറയാനാണ്. അങ്ങനെ പറയുമ്പോൾ അച്ഛന് സങ്കടം വരത്തില്ലേ? അത്രേ ഉള്ളൂ ഞങ്ങൾക്കും. നിന്നോട് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരുന്ന നിനക്ക് സങ്കടം വരും. ഓക്കെ, പെട്ടെന്ന് പറയാം. എന്നോട് കണ്ടന്റ് പോലും പറയാറ് ന്യായം കൊറേ ന്യായം. നീ ഇൻട്രോ പറ. എന്താ പറയാ, എല്ലാവരും ക്യാമറക്കകത്തോട്ട് നോക്കണം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. ഞാനങ്ങ് പോയിരുന്നല്ലോ. നമുക്ക് വലിയായിട്ടുള്ള ചെറിയൊരു പ്ലം കേക്കാണ്. അല്ലാണ്ട് ബർത്ത്ഡേ അല്ല. കരഞ്ഞു അപ്പൊ ഗൈസ്, ഇത് ഞങ്ങൾ ചെറിയൊരു പ്രാങ്ക് പോലുള്ള സർപ്രൈസ് കൊടുത്തു എല്ലാവർക്കും. അച്ഛനും കരഞ്ഞോ? അയ്യോ, അത് ഇതിനകത്ത് ആ എല്ലാം റെക്കോർഡിങ് അല്ലേ ഇത്? ഭാഗ്യം ആരെ റെക്കോർഡ് ചെയ്യാതിരിക്കുന്നത്. പ്രാങ്ക് ഒക്കെ വരും. അമ്മൂനോട് ഞങ്ങൾ പറയത്തില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കി അച്ഛൻ പോകുമ്പോൾ അച്ഛനെ വിളിച്ച് കേക്ക് മുറിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ ഒരു ഒറിജിനാലിറ്റി വരണമെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ വേണമായിരുന്നു. അതുകൊണ്ടാണ്. കാരണം ഞങ്ങൾ 2 ദിവസമായിട്ട് അടി ഉണ്ടാക്കിയിട്ടിരിക്കുക. അപ്പോൾ ഗൈസ്, ഇത് ഈ കാരണം തന്നെ ഞങ്ങൾ അടി ഉണ്ടാക്കി കാരണം ഞങ്ങൾ വളരെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്ലം കേക്കിലായിരുന്നു. ഞങ്ങൾ ഏത് കേക്ക് ആണെങ്കിലും കേക്ക് തന്നെ. പിന്നെ മറ്റേ ക്രീം കേക്കിന്റെ ഇതിന്റെ അത്രയും ടേസ്റ്റ് ഒന്നും ക്രീം കേക്കിന് കിട്ടത്തില്ല. അത് വേറെ കാര്യം. അച്ഛന് പോലെ മോഹൻലാലിന്റെ എന്നെങ്ങാണ്ട് ജനിച്ച വ്യക്തിയാണ് പറയുന്നത്. ദൈവത്തിന് അറിയാം. അതാണ്ട് പണ്ടങ്ങാണ്ട് ചേർക്കാൻ വേണ്ടിട്ട് എങ്ങാണ്ട് എഴുതി വെച്ച ഡേറ്റ് ഓഫ് ബർത്ത് May 21 അല്ലയോ? ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ആരെയും വിളിക്കാൻ പറ്റാത്തത്. എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. പെട്ടെന്ന് പ്ലാൻ. അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുന്നത് അല്ലേ? വീഡിയോക്ക് ഒരു ഒറിജിനാലിറ്റി ഒരു ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അച്ഛൻ കരഞ്ഞോണ്ട് കേക്ക് മുറിക്കണം. ആനന്ദ കണ്ണീര്. പാടട്ടെ, ഞാൻ പാടട്ടെ. With your permission, we are going to cut the cake. അപ്പോൾ ഗായ്സ്, നമ്മളുടെ ഈ ഒരു സുവർണ അവസരത്തിൽ നമ്മോടൊപ്പം അമ്മയും ചേർന്നിരിക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും പാട്ട് പാടി കേക്ക് മുറിച്ചു. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ആ ചെവി പറയുന്നത് എനിക്ക് മനസ്സിലായി. ആദ്യം എനിക്ക് തരണേന്ന്. ഞങ്ങൾ പ്ലം കേക്കിലാണ് മുറിക്കുന്ന കേട്ടോ. അല്ലേലും ഞങ്ങളെയൊക്കെ അച്ഛന് ഇഷ്ടം അമ്മൂനെയാണല്ലോ. അതുകൊണ്ട് അച്ഛൻ അമ്മൂനും കൊടുത്തു. അവിടെ നിന്ന് കിട്ടത്തില്ല. അത്ര അകന്നിരുന്ന കിട്ടത്തില്ല. അത്ര അകന്നിരുന്ന കിട്ടത്തില്ല. ആ കുഴപ്പമില്ല. ആദ്യം ബർത്ത്ഡേ ബോയ്ക്ക് ആദ്യം. താങ്ക് യു. ഇനി ഇതിൻ്റെ ഔട്ട്രോയും കൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ നിർത്താം. താങ്ക് യു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ ഏകദേശം തീർക്കാറായി. അപ്പോൾ അച്ഛനെ പ്രാങ്ക് ചെയ്ത് ഉള്ള സർപ്രൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങൾ ഇതിലും കുറച്ച് കാഠിന്യം കൂടിയ ഒരു പ്രാങ്ക് അങ്ങ് ഉദ്ദേശിച്ചത്. പക്ഷേ വേണ്ട നമുക്ക് ഔട്ട് അല്ലാതെ പറയാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പോൾ ബർത്ത്ഡേ ബോയ്ക്ക് നിങ്ങളെല്ലാം വിഷ് ചെയ്യണം. ഇന്നാണ് എത്ര കമന്റ് വരെ ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ അല്ല ഗൈസ്, ജന്മദിനം. ഇത് വെറും മണ്ടനാക്കി കളഞ്ഞു ഗൈസ്. ഇത് ഞങ്ങൾ ചെറിയ പ്രാങ്ക് ആയിട്ടൊന്നും കരുതിയൊന്നുമില്ല. വലിയ പ്രാങ്ക് ആയിട്ട് അച്ഛനെ ഒന്ന് വിഷമിപ്പിച്ച് സന്തോഷിപ്പിക്കാനായിട്ട് ഞങ്ങൾ കരുതിയത്. പക്ഷേ അമ്മു ഒരു എക്സ്പ്രഷനും ഇല്ലാതെ മരം പോലെ ഇരുന്നു. കുറച്ചുകൂടെ ഓവർ ആക്കുവായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ലെവലാക്കാമായിരുന്നു. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് ഒരു റിയാക്ഷനും ഇല്ലാതെ മരം പോലെ ഇവിടെ ഇരിക്കുവായിരുന്നു. എപ്പോഴും പറയുന്ന പോലെ നല്ല രീതിയിൽ തറതല പറഞ്ഞു എന്നുള്ള ഒരു വസ്തുതയും നിലനിൽക്കുന്നു. അത് മതി, അതൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രാങ്ക് കുറച്ചുകൂടെ വികാരഭരിതമായിരുന്നു. സൈൻ ഓഫ് ചെയ്തിട്ട് പോവാം. അത്രയൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ്. ബൈ ബൈ.